റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണോ? പലരും ചോദിക്കുന്ന വാക്കുകളാണ്. റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 11 വർഷത്തോളമായിട്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രം തിളങ്ങി നിൽക്കുന്ന, കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മീനച്ചിൽ ഹോംസ്. റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഡൗൺ അല്ല എന്ന് തന്നെ ഞങ്ങൾക്ക് തറപ്പിച്ച് പറയേണ്ടി വരും. അത് ചിലര് വീഡിയോയിൽ ലൈക്ക് കൂട്ടാനും വീഡിയോകളുടെ ആകർഷണത്തിനും വേണ്ടി ഏതാണ്ട് മാർക്കറ്റ് മുഴുവൻ ഡൗൺ ആണ്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് NRIകളുടെ വീടുകൾ വിൽക്കാൻ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ വീഡിയോസ് കണ്ടിട്ട് അത് വെച്ച് നമ്മൾ തീരുമാനിക്കരുത്. എപ്പോഴും വീടിനും ഹൗസ് പ്ലോട്ടുകൾക്കും ആവശ്യക്കാരുണ്ട്. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഡൗൺ ആണോ എന്ന് വെച്ചാൽ ചില മേഖലകളിൽ ഇപ്പൊ ഒരു 5 ഏക്കർ റബ്ബർ തോട്ടം വിൽക്കാനുണ്ട്. റബ്ബറിന് വില കുറഞ്ഞിട്ട് 10 വർഷമായി. അതുകൊണ്ട് തന്നെ റബ്ബർ വേണ്ട, ഇനി റബ്ബർ എടുത്തിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇന്ന് എല്ലാവരും. അതുപോലെ തന്നെ ഒരു 40 വയസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ള ആൾക്കാരൊന്നും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ആരെയും കാണാനില്ല. അപ്പോൾ അങ്ങനെയുള്ള റബ്ബർ ടാപ്പിങ്ങിന് ഇനി ഭാവിയിൽ ആളെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് റബ്ബറിന് വിലയില്ലാത്തത് കൊണ്ട് റബ്ബർ തോട്ടത്തിന് വില കുറവാണ്. പക്ഷെ ഇടുക്കി ജില്ലയിലോട്ട് നിങ്ങളൊന്ന് കടന്നു ചെന്ന് നോക്കി, അവിടെയുള്ളവരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ഏലത്തോട്ടത്തിന് ഭയങ്കര വിലയാണ്. എല്ലാ വർഷവും വില കൂടാ, ഏലത്തിന് വിലയുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്ന കൃഷിക്ക് മൂല്യം കിട്ടിയാൽ മാത്രമേ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുകയുള്ളൂ. അപ്പോൾ വീടുകള് ഒരാള് ജനിക്കുമ്പോൾ അവര് ചിലപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടില്, പണ്ടൊക്കെ ഓലം മേടുന്ന വീടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഷീറ്റിട്ട വീടുകളുണ്ടാവും. അങ്ങനെയുള്ള വീട്ടിൽ കിടന്ന് താമസിക്കുന്നവരുടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരുടെ വലിയ ആഗ്രഹം ആദ്യം നല്ല ജോലി മേടിച്ചല്ല വിദേശത്ത് പോയി ജോലി ചെയ്ത് ലോണൊക്കെ എടുത്തിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും നല്ലൊരു വീട് എനിക്ക് സ്വന്തമാക്കണം എന്ന് ചിന്തിക്കുന്ന, സ്വപ്നം കണ്ട് പഠിച്ചു കയറി നന്നായിട്ട് പഠിച്ച് നല്ലപോലെ വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ ലക്ഷ്യം വീടാണ്. അപ്പോൾ ആ വീടിന് ഒരിക്കലും ആവശ്യക്കാരില്ലാതെ വരില്ല. അതുപോലെ തന്നെ ഹൗസ് പ്ലോട്ടുകൾ, ചിലർക്ക് സ്വന്തം ഇഷ്ടത്തിൽ വീട് പണിതാൽ മതി, ഞങ്ങൾക്ക് പ്ലോട്ടായിട്ട് മതി എന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഹൗസ് പ്ലോട്ടുകൾക്കും വീടുകൾക്കും എപ്പോഴും മാർക്കറ്റ് ഉണ്ട്. അല്ലാതെ NRIസിന്റെ ലക്ഷക്കണക്കിന് വീടുകൾ ഈ കോട്ടയം ജില്ലയിൽ ഒരിടത്ത് ഞാൻ കാണാറില്ല. പലരും വിൽക്കാൻ പറയുന്നുണ്ട്. പക്ഷെ NRIസിന്റെ വീടുകൾ വിൽക്കാൻ പോകുമ്പോൾ അവർക്ക് കാശിന് എമർജൻസി ഉള്ളവരല്ല, അവര് വില കൂട്ടി പറയും. അതൊന്നും കച്ചവടം നടത്താൻ പാടാണ്. പക്ഷെ നടത്തുന്നുമുണ്ട് കേട്ടോ. കച്ചവടങ്ങൾ ഒത്തിരി NRIസിന്റെ നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒരിക്കലും ഡൗൺ അല്ല എന്നാണ് ഇന്ന് നമ്മൾ പറഞ്ഞു വന്ന കാര്യം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോകളുമായി മീനച്ചിൽ ഹോംസിന്റെ വീഡിയോസുമായി നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ മീനച്ചിൽ ഹോംസിനെ സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ പ്രസ്ഥാനമാണ്.